ഹലോ ഓൾ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂത്ത് ജെൻഡറിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആയിട്ടുള്ള യൂത്ത് കൾച്ചർ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, സോ യൂത്തിനെ എങ്ങനെയാണ് മീഡിയ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. Youth is a distinct role group shared by modernization and industrialization. So, യൂത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പാണ്, സോഷ്യൽ ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പാണ്, പ്രത്യേക സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പാണ് എന്ത് യൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പിൽ നമ്മൾ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് യൂത്ത് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. സോ യൂത്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ ഗ്രൂപ്പാണ്. എന്ത് കാരണം ഉണ്ടായതാണത്? മോഡേണൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ കാരണം. ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡിലേസ് എൻട്രി ഇൻ ടു വർക്ക് ലൈഫ്. അല്ലെ, ഈ വിദ്യാഭ്യാസ വ്യാപനം എന്തിട്ടുണ്ടായിരുന്നു? തൊഴിൽ ലൈഫിന് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഇങ്ങനെ കൂടുന്നോറും കൂടിയിട്ട് അതിങ്ങനെ ജോലി സാധ്യതയും വൈകിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. യൂത്ത് എക്സ്പീരിയൻസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഡ്യൂ ടു റാപ്പിഡ് സോഷ്യൽ ചേഞ്ച്. അതുപോലെ തന്നെ യൂത്ത് പലതരത്തിലുള്ള ഐഡന്റിറ്റി കൺഫ്യൂഷൻസ് നേരിട്ടിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ സോഷ്യൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള റാപ്പിഡ് ചേഞ്ച് കാരണം, പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ കാരണം യുവാക്കൾക്ക്, യൂത്തിന് സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ സ്വല്പം വൈകി പോയിട്ടുണ്ടായിരുന്നു. മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് യൂത്ത് ആസ്പിരേഷൻസ്. അതുപോലെ തന്നെ മീഡിയ ആയാലും ഗ്ലോബലൈസേഷൻ ആയാലും യൂത്തിനെ വളരെ നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. യൂത്ത് കൾച്ചർ എമേർജസ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അല്ലെ, ഈ യൂത്തിൻ്റെ ആ ഒരു കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡിനും ചൈൽഡ്ഹുഡിനും ബിറ്റ്വീൻ ഇടയിലാണ്. അതാണ് യൂത്തിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഗ്ലോബൽ എക്സ്പോഷർ ക്രിയേറ്റ്സ് ന്യൂ വാല്യൂസ്, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ചോയ്സസ്. അതുപോലെ തന്നെ ഗ്ലോബൽ എക്സ്പോഷർ പലതരത്തിലുള്ള വാല്യൂസ് ആയിക്കോട്ടെ, മൂല്യങ്ങളായിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽസ്, ജീവിതശൈലി ആയിക്കോട്ടെ, ചോയ്സസ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന അവസരങ്ങളായിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറ്റാൻ ഇടയാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂത്ത് ഫേസ് ആർ അൺസർട്ടൻലി ഇൻ കരിയർ, ഐഡന്റിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്. സോ യൂത്ത് ഫേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരിയറിനെയും ഐഡന്റിറ്റിയെയും റിലേഷൻഷിപ്പിനെയും എല്ലാം ബാധിക്കുന്ന ഒരു ഫേസ് ആണെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മളെ കരിയർ, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു യൂത്ത് എന്ന് പറയുന്ന ഏജിലാണ്, യൂത്ത് എന്ന് പറയുന്ന പീരീഡിലാണെന്നും പറയുന്നുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? യൂത്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ ഗ്രൂപ്പാണ്, ഷേപ്ഡ് ബൈ മോഡേണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡിലേസ് എൻട്രി ഇൻ ടു വർക്ക് ലൈഫ്. യൂത്ത് എക്സ്പീരിയൻസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഡ്യൂ ടു റാപ്പിഡ് social change. Media and globalization strongly influence youth aspirations. Youth culture emerges between childhood and adulthood. Global exposure creates new values, lifestyles and choices. Youth phase are uncertainly in career, identity and relationships. Okay, so next എന്താണ് യൂത്ത് കൾച്ചർ? യൂത്ത് കൾച്ചർ refers to shared values, styles, beliefs and practices of youth. യൂത്ത് കൾച്ചർ എന്ന് പറഞ്ഞാൽ പരസ്പരം പങ്കിടുന്ന വാല്യൂസും സ്റ്റൈൽസും ബിലീഫ്സ്, വിശ്വാസങ്ങളും
അതുപോലെ തന്നെ എന്താ എഡ്യൂക്കേഷനിലെ റിലീജിയനും കാസ്റ്റും ഇതെല്ലാമാണ് പരസ്പരം പങ്കിടുന്ന വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് എന്ത് യൂത്ത് കൾച്ചർ എന്ന് പറയുന്നത്. അല്ലെ എല്ലാതും എന്ത് യൂത്ത് കൾച്ചർ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവരായിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ഐഡന്റിറ്റി. ഓക്കെ, ഒരു ഐഡന്റിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ളൊരു തോന്നൽ, ഒരു ബിലോങ്ങിങ് ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക, അതെല്ലാം ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന കാര്യമാണ്. യൂത്ത് കൾച്ചർ ഡിഫേഴ്സ് ബൈ ക്ലാസ്, ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അതുപോലെ തന്നെ യൂത്ത് കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ക്ലാസ്സും ജെൻഡറും റീജിയണും കാസ്റ്റും ഒക്കെ ബേസ് ചെയ്തിട്ട് യൂത്തിൻ്റെ കൾച്ചർ വ്യത്യാസപ്പെടുന്ന ഒന്നാണ്, വ്യത്യാസമുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ യൂത്ത് ഡൈനാമിക് ആണ്, ആൻഡ് ചേഞ്ചിങ് ആണ് എപ്പോഴും പറയും. കാരണം യൂത്ത് എന്താ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. യൂത്ത് കൾച്ചർ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മീഡിയ, പിയേഴ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതുപോലെ തന്നെ ഇത് മീഡിയയിലും, യൂത്ത് എന്ന് പറയുന്ന മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, പിയേഴ്സ് ഫ്രണ്ട്ഷിപ്പിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, വിദ്യാഭ്യാസം എഡ്യൂക്കേഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് യൂത്ത് എന്ന് പറയുന്നത്. മ്യൂസിക്, ഫാഷൻ, ലാംഗ്വേജ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആർ കീ എക്സ്പ്രഷൻസ്. അതുപോലെ തന്നെ മ്യൂസിക്കും ലാംഗ്വേജും ഫാഷനും ലൈഫ് സ്റ്റൈലും ഒക്കെ കീ എക്സ്പ്രഷൻസ് ആണ്. യൂത്ത് കൾച്ചർ ഈസ് ഡൈനാമിക് ആൻഡ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. യൂത്ത് കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നൊരു സംഭവം കൂടെയാണ് യൂത്ത് കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് യൂത്ത് കൾച്ചർ. യൂത്ത് കൾച്ചറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ജനറേഷണൽ കോൺഷ്യസ്നെസ്, അല്ലെ, ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ടു എ ജനറേഷൻ. ഒരേ തലമുറയിലാണല്ലോ അവര് എന്നുള്ളൊരു തോന്നൽ. ഓക്കെ, തലമുറ ബോധം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ, ജനറേഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടില്ലെങ്കിൽ കസിൻസ് ആയ ആളുകളൊക്കെ കാണുമ്പോൾ വി ആർ ഒരേ ജനറേഷൻ ആണോ, ഞങ്ങളൊക്കെ ഒരു തലമുറയിൽ നിന്നും ഉണ്ടായതാണല്ലോ ഒക്കെ ഒരു തോന്നലാണ് ജനറേഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ടു എ ജനറേഷൻ. റെസിസ്റ്റൻസ് ടു അതോറിറ്റി ആൻഡ് അഡൾട്ട് നോംസ്, അല്ലെ, അധികാരത്തോടുള്ള എതിർപ്പ്. എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരം കാണുമ്പോൾ അതിനോടൊക്കെ ഒരു എതിർപ്പ് കാണിക്കുന്നതും ആ ഒരു സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു യൂത്തിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്സ്. നല്ല തോതിൽ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന ഒരു പ്രായത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും. സെർച്ച് ഫോർ ഐഡന്റിറ്റി ആൻഡ് ഓട്ടോണമി, അല്ലെ, ഐഡന്റിറ്റി തേടി നടക്കുന്ന, ഓട്ടോണമി അവർക്ക് എന്താ എല്ലാം ഫ്രീ ആവണം, ഇൻഡിപെൻഡന്റ് ആയി നടക്കണം എന്ന് ചിന്തിക്കുന്ന, അത് തേടി നടക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഇവർ. എക്സ്പ്രഷൻ ത്രൂ ഫാഷൻ, മ്യൂസിക്, സ്ലാങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അല്ലെ, അവരുടെ ഓരോ എക്സ്പ്രഷൻസ് അവർ കാണിക്കുക വസ്ത്രത്തിലൂടെയും, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഫാഷനിലൂടെയും മ്യൂസിക്കിലൂടെയും സ്ലാങ് സംസാര ഭാഷയിലൂടെയും ലൈഫ് സ്റ്റൈൽ ജീവിതശൈലിയിലൂടെയൊക്കെ ആയിരിക്കും അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. എക്സ്പീരിമെന്റേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. എന്ത് കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറായവരായിരിക്കും, അതുപോലെ തന്നെ എന്ത് റിസ്ക്കും ഏറ്റെടുത്തിട്ട് അത് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ മെനക്കിടുന്ന ആളുകളായിരിക്കും ഈ യൂത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി സബ് കൾച്ചേഴ്സ്. ഇതിനിടയിൽ അത് കുറച്ച് സബ് കൾച്ചേഴ്സും കൂടെ ഉണ്ട്. കുറച്ച് വേറെ എന്തൊക്കെയാ, ഹിപ്പീസ്, മോഡ്സ്, റോക്കേഴ്സ്, ദളിത് യൂത്ത് എക്സെട്ര, ഇതൊക്കെയാണ് അതിൽ വരുന്ന സബ് കൾച്ചേഴ്സ് വരുന്ന സംഭവങ്ങൾ. സോ സബ് കൾച്ചേഴ്സ് ഡെവലപ്പ് ആസ് റെസിസ്റ്റൻസ് ടു ഡൊമിനന്റ് കൾച്ചർ. ഓക്കെ, സബ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ മെയിൻ ഡൊമിനന്റ് കൾച്ചറിനോട്, മെയിൻ കൾച്ചറിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട്, അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന, എതിർപ്പ് നിന്നും ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുക, സബ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത്, സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. സോ സബ് കൾച്ചേഴ്സ് ഡെവലപ്പ് ആസ് എ റെസിസ്റ്റൻസ് ടു ഡൊമിനന്റ് കൾച്ചർ. മെയിൻ കൾച്ചറിന്, ഡൊമിനന്റ് കൾച്ചറിന് ഒരു എതിർപ്പായിട്ടാണ് സബ് കൾച്ചേഴ്സ് രൂപം കൊള്ളുന്നത്. ഹിപ്പീസ് ഒപ്പോസ്ഡ് വാർ, മെറ്റീരിയലിസം ആൻഡ് അതോറിറ്റി. അപ്പോൾ ഹിപ്പികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിപ്പീസ് യുദ്ധത്തിനെതിരെ പോരാടിയിട്ടുണ്ട്. മെറ്റീരിയലിസം, അതുപോലെ അതോറിറ്റി, അവര് ഭൗതികവാദത്തിനൊക്കെ എതിരെ പ്രവർത്തിച്ചവരായിരുന്നു ഈ ഹിപ്പീസ് എന്ന് പറയുന്നവര്.
റോക്ക് കൾച്ചർ എംഫസൈസ്ഡ് ഫ്രീഡം ആൻഡ് റിബല്യൻ. അതുപോലെ തന്നെ റോക്ക് കൾച്ചർ, റോക്ക് സംസ്കാരം സ്വതന്ത്രവും അതുപോലെ തന്നെ കലാപവും ഒക്കെ എന്തിനായിരുന്നു ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദളിത് യൂത്ത് കൾച്ചർ എക്സ്പ്രസസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഒപ്രഷൻ. അതുപോലെ തന്നെ ദളിത് യൂത്ത് കൾച്ചർ കാസ്റ്റ് ഒപ്രഷനെതിരെ എന്തിട്ടുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോരാടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സബ് കൾച്ചേഴ്സ് പ്രൊവൈഡ് അൾട്ടർനേറ്റീവ് ഐഡന്റിറ്റീസ്. സബ് കൾച്ചേഴ്സ് അൾട്ടർനേറ്റീവ് ഐഡന്റിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫൺ വ്യൂഡ് നെഗറ്റീവ്ലി ബൈ മെയിൻ സ്ട്രീം സൊസൈറ്റി. എന്തൊക്കെ പറഞ്ഞാലും സമൂഹം പലപ്പോഴും പ്രതികൂലമായിട്ടാണ് ഈ സബ് കൾച്ചേഴ്സിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സബ് കൾച്ചേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമറിസം, യൂത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, എന്താ ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട്സ് കൺസ്യൂമർ കൾച്ചർ എമംഗ് യൂത്ത്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ കൾച്ചറിൽ ഉപഭോക്തൃ സംസ്കാരത്തിനെ വളർത്തുന്നുണ്ടെന്നാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട്സ് കൺസ്യൂമർ കൾച്ചർ എമംഗ് യൂത്ത്. യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു കൺസ്യൂമർ കൾച്ചർ വളർത്തുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്. ബ്രാൻഡ്സ്, ഫാഷൻ, ഫാസ്റ്റ് ഫുഡ് ഇൻഫ്ലുവൻസസ് യൂത്ത് ഐഡന്റിറ്റി. പല ടൈപ്പ് ഓഫ് ബ്രാൻഡുകൾ, ഫാഷൻസ്, ഫാസ്റ്റ് ഫുഡ്സ് ഇതെല്ലാം യൂത്ത് ഐഡന്റിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് മറ്റൊരു കാര്യം. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാൻഡുകളായിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, യൂത്ത് ഐഡന്റിറ്റിയെ നല്ല തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മീഡിയ സ്പ്രെഡ്സ് ഗ്ലോബൽ ഇമേജസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ഇനി മീഡിയ ആണെങ്കിലോ പലതരത്തിലുള്ള ഗ്ലോബൽ ഇമേജസും ലൈഫ് സ്റ്റൈലും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, മീഡിയ പല ടൈപ്പിലുള്ള ഗ്ലോബൽ ഇമേജസും ലൈഫ് സ്റ്റൈൽസ് ഒക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. യൂത്ത് ബിക്കംസ് മേജർ കൺസ്യൂമേഴ്സ്. ഓക്കെ, യൂത്താണ് മേജർ കൺസ്യൂമേഴ്സ്, പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് ആണ്. ലോക്കൽ കൾച്ചേഴ്സ് ആർ റീപ്ലേസ്ഡ് ഓർ മോഡിഫൈഡ്. പതിയെ പതിയെ പഴയ ലോക്കൽ കൾച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മോഡിഫൈ ചെയ്തിട്ട് പുതിയ പുതിയ സെയിം കൾച്ചറിനെ പക്ഷെ പുതിയ രീതിയിൽ കൊണ്ടാടാൻ തുടങ്ങി, അതിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, മോഡിഫൈഡ് ആവാൻ തുടങ്ങി, റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. ലീഡ്സ് ടു ഹോമോജനൈസേഷൻ ഓഫ് കൾച്ചർ. സംസ്കാര ഏകീകരണത്തിന് കാരണമായി. ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. ഓക്കെ, സംസ്കാര ഏകീകരണത്തിനും അതെന്ത് ചെയ്തു, കാരണമായി. സോ എന്താ കൺസ്യൂമർ യൂത്ത് ആൻഡ് ഗ്ലോബലൈസേഷനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട്സ് കൺസ്യൂമർ കൾച്ചർ എമംഗ് യൂത്ത്. യൂത്തിൻ്റെ ഇടയിൽ കൺസ്യൂമർ കൾച്ചർ പ്രൊമോട്ട് ചെയ്തത് ഗ്ലോബലൈസേഷൻ ആയിരുന്നു. ബ്രാൻഡ്സ്, ഫാഷൻ, ഫാസ്റ്റ് ഫുഡ്സ് ഇൻഫ്ലുവൻസ് യൂത്ത് ഐഡന്റിറ്റി. ബ്രാൻഡുകളും ഫാസ്റ്റ് ഫുഡും മീഡിയയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂത്ത് ഐഡന്റിറ്റിയെ നല്ല തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയ സ്പ്രെഡ്സ് ഗ്ലോബൽ ഇമേജസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. മീഡിയ പലതരത്തിലുള്ള ഗ്ലോബൽ ഇമേജസും ലൈഫ് സ്റ്റൈൽസും എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂത്ത് ബിക്കം മേജർ കൺസ്യൂമേഴ്സ്. അങ്ങനെ യൂത്ത് ഒരു പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സായി, ഉപഭോക്താക്കളായി മാറി. ലോക്കൽ കൾച്ചേഴ്സ് ആർ റീപ്ലേസ്ഡ് ഓർ മോഡിഫൈഡ്. അങ്ങനെ ലോക്കൽ കൾച്ചേഴ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യും, പകരക്കാരാവുകയും മോഡിഫൈ ചെയ്യുകയും മാറ്റങ്ങൾ വരുത്താനൊക്കെ തുടങ്ങി. ലീഡ്സ് ടു ഹോമോജനൈസേഷൻ ഓഫ് കൾച്ചർ. അതങ്ങനെ ഹോമോജനൈസേഷൻ, കൾച്ചറിൻ്റെ ഏകീകരണത്തിന് കാരണമായി. മീഡിയ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ യൂത്ത്. മീഡിയയും അതുകൊണ്ടുണ്ടായ ഇമ്പാക്ട്സും, യൂത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. മീഡിയ ഇൻക്ലൂഡ്സ് പ്രിന്റ്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ മീഡിയ. ഓക്കെ, മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ പ്രിന്റ് മീഡിയ ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയയും ഉണ്ട്. ഓക്കെ, മീഡിയ എന്ന് പറഞ്ഞാൽ ഫോണും ടി വി മാത്രമല്ല, പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും ഡിജിറ്റൽ മീഡിയ എല്ലാം ഉണ്ട്.
മീഡിയ ഷേപ്സ് ഒപ്പീനിയൻസ് വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ് അല്ലെ. മീഡിയ അഭിപ്രായങ്ങളും മൂല്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ മീഡിയയിലൂടെ കണ്ടിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. യൂത്ത് ആർ ഹെവി യൂസേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഹെവി യൂസേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആരാണ്? യൂത്താണ്. മീഡിയ ഹെൽപ്സ് ഐഡന്റിറ്റി ഫോർമേഷൻ. മീഡിയ എന്തിന് സഹായിക്കുന്നുണ്ട്? ഐഡന്റിറ്റി ഫോർമേഷനെയും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിൽ, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിൽ മീഡിയയ്ക്കും നല്ല തോതിലൊരു പങ്കുണ്ട്. Also leads to addiction and reduced social interaction. അത് കൂടാതെ നല്ല തോതിലുള്ള അഡിക്ഷനും സൊസൈറ്റിയുമായുള്ള ഇന്ററാക്ഷൻ കുറയ്ക്കാനും അല്ല, ആളുകളോട് സംസാരിക്കാനും ആളുകളെ കാണുമ്പോൾ ഇടപഴകാനും ഒക്കെ ഉള്ള ആ ഒരു സ്വഭാവമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം യൂത്തിൻ്റെ ഇടയിൽ ആളുകളോടുള്ള സംസാരിക്കുന്ന ഒരു ബിഹേവിയർ ഒന്നും തന്നെ അല്ല അല്ലെ. എവിടെയെങ്കിലും പോയാൽ എല്ലാവരും ഫോണിൽ തോണ്ടിരിക്കാവും. സോ മീഡിയ യൂത്തിനെ വളരെ നല്ല തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ്സ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക്. നല്ല ഓപ്പർച്യൂണിറ്റീസും മീഡിയ നൽകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് റിസ്കി എലമെന്റ്സും റിസ്ക് ഫാക്ടേഴ്സും അടങ്ങുന്ന ഒരു സംഭവമാണ് എന്ത്? മീഡിയ എന്ന് പറയുന്നത്. സോ മീഡിയ ഇൻക്ലൂഡ്സ് പ്രിന്റ്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ മീഡിയ. മീഡിയ ഷേപ്സ് ഒപ്പീനിയൻസ്, വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ്. Youth are heavy users of social media. Media plays identity formation, also leads to addiction and reduced social interaction, create both opportunities and risk. എല്ലാം അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മീഡിയ നല്ല തോതിൽ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വി നോ ദാറ്റ് അല്ലെ. നമ്മളൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ഓരോ ഘടകങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ സ്റ്റേജിലൂടെ കടന്നുപോയ ആളുകൾ തന്നെ ആയിരിക്കാം. നെക്സ്റ്റ്, ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് എന്തെല്ലാമാണ്? എനാബിൾസ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെ. സ്വയം പ്രകടനത്തിനും ബന്ധങ്ങൾക്കുമൊക്കെ ഉള്ള ഒരു വേദിയാണ് അല്ലെ, ഒരു വലിയ വേദിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. റീൽസ് ചെയ്യാം, ക്യാഷ് ഉണ്ടാക്കാം, നമുക്ക് നല്ല സ്റ്റാർ ആവാം അല്ലേ, നമുക്ക് ഭയങ്കര ഫേമസ് ആവാം, ഓക്കെ, നല്ലൊരു സ്റ്റേറ്റസ് ഉണ്ടാക്കാം. ഒക്കെ എന്തിനു പറ്റും? വാട്സപ്പ് സ്റ്റാറ്റസ് അല്ല, നമുക്ക് സൊസൈറ്റിയിലൊക്കെ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാനൊക്കെ എന്തിനു പറ്റും? മീഡിയ, സോഷ്യൽ മീഡിയക്ക് കഴിയും. എക്സ്പാൻസ് സോഷ്യൽ റിലേഷൻഷിപ്സ് ബിയോണ്ട് ഫാമിലി അല്ലേ. ഫാമിലിക്ക് പുറത്തൊന്നും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും. കോഴിക്കോട് കിടക്കുന്ന ഫ്രണ്ടിനെ നമുക്ക് കിട്ടും അല്ലേ, തിരുവനന്തപുരത്ത് കിടക്കുന്ന ഫ്രണ്ടിനെ നമുക്ക് കിട്ടും. സോ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് പുറമേയും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒരു പരിചയവും ഇല്ലാത്ത, നേരിൽ കാണാത്ത പല ഫ്രണ്ട്ഷിപ്പുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. നമുക്ക് നമ്മുടെ അതൊരു നല്ല കാര്യം. നമുക്ക് ഒരു പാർട്ടിസിപ്പേഷൻ, നമുക്കിപ്പോൾ ഡാൻസും പാട്ടൊക്കെ പാടാൻ കഴിവുള്ളവരാണെങ്കിൽ, നമുക്ക് സ്റ്റേജ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാം? നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാം. അതൊരു ഗുഡ് തിങ് ആണ്. ആൻഡ് ക്രിയേറ്റിവിറ്റി, നമ്മുടെ പല ക്രിയേറ്റീവായ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നതല്ല, അപ്പോൾ ക്രിയേറ്റീവായുള്ള നമ്മുടെ തോട്ട്സ്, ക്രിയേറ്റിവിറ്റി അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സിനിമ നടനാവാം, വേണമെങ്കിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം, കാരണം ഒക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂട്ടാം. ലീഡ്സ് ടു പ്രൈവസി ഇഷ്യൂസ് ആൻഡ് സൈബർ അഡിക്ഷൻ അല്ലേ. നമ്മുടെ പ്രൈവസി ഇഷ്യൂവിനെ നല്ലതുപോലെ എന്ത് ചെയ്യും? ബാധിക്കും. കാരണം നമ്മൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രൈവസി ഇല്ലാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള സൈബർ ഇഷ്യൂസ്, സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരും. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് ആയാൽ ആളുകൾ നമ്മളെ കുറിച്ച് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് നമ്മളെന്താ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ബിക്കോസ് അതെന്താ, നമ്മൾ നമ്മുടെ പ്രൈവസി ഒക്കെ അതിൽ കൊണ്ടുപോയിടുമ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നേ പറ്റുള്ളൂ. ബ്ലേഴ്സ് റിയൽ ആൻഡ് വെർച്വൽ ലൈഫ് അല്ലേ. നമ്മുടെ റിയൽ ലൈഫിനെ നമ്മൾ മറച്ചുകൊണ്ട്, ബ്ലറാക്കി കാണിച്ചുകൊണ്ട് വേറെ ഏതോ വെർച്വൽ ലൈഫ് കാണിക്കുന്നതാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഒക്കെ നമ്മളെ മുമ്പിൽ അഭിനയിച്ചിട്ട് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന അങ്ങനത്തെ ഒക്കെ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഒരു മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മളെ മുമ്പിൽ അവരെന്ത് ചെയ്യണം? അഭിനയിക്കുകയാണ്. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്ത് വിശ്വസിക്കണം, ദാറ്റ്സ് ലൈഫ്, അതാണ് ലൈഫ് എന്ന് വിശ്വസിച്ച് പോകുകയാണ് ആര്? യൂത്തിലുള്ള ആളുകൾ.
ഇൻഫ്ലുവൻസസ് മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികാരോഗ്യത്തെ വരെ ബാധിക്കുന്നുണ്ട് എന്തെന്നാണ് പറയുന്നത് ഈ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എന്തെല്ലാമാണ്? നാബിൾസ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ ഒരുപാട് പരിചയക്കാരുണ്ടാക്കാം. എക്സ്പാൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് ബിയോണ്ട് ഫാമിലിക്ക് പുറത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. Encourages participation and creativity, leads to privacy issues and cyber addiction, blurs real life and virtual life, influence mental health, മാനസികാരോഗ്യത്തെ വരെ ബാധിച്ചേക്കാം. ഓക്കെ, ഇനി ടെലിവിഷൻ ആൻഡ് യൂത്ത്. ടെലിവിഷനും യൂത്തും തമ്മിലുള്ള ഒരു കണക്ഷൻ. ടെലിവിഷൻ ഈസ് എ പവർഫുൾ മാസ് മീഡിയം. ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ ആയിട്ടൊരു മീഡിയ തന്നെയാണ്, ശക്തമായിട്ടുള്ളൊരു മാസ് മീഡിയം തന്നെയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഷേപ്സ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ, നമ്മളിലുള്ള മനോഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ ഷേപ്പ് ചെയ്യാൻ ടെലിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല തോതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുമുണ്ട്. നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും, പരസ്യങ്ങളായാലും ഫിലിംസ് ആയാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസസ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് സ്ട്രോങ്ലി, അല്ലെ? കുട്ടികളിലും യൂത്തിലുമാണ് നല്ല തോതിൽ മീഡിയ എന്ത് ചെയ്യുന്നത്, ടെലിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. പ്രൊമോട്ട്സ് കൺസ്യൂമറിസത്തിനെയും ഉപഭോക്തത്തിനെയും, നമ്മളെന്ന് വെച്ചാൽ ഓരോ സാധനം വാങ്ങാനുള്ള തരത്തിൽ പരസ്യങ്ങൾ കാണുമ്പോൾ അത്തരത്തിലുള്ള നമ്മളൊരു ഉപഭോക്താക്കളാക്കാനുള്ള സമയവും സന്ദർഭമൊക്കെ എന്തിലുണ്ട്? ടെലിവിഷനിലുണ്ട്. അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വയലൻസ് ആൻഡ് സ്റ്റിറിയോടൈപ്സ് മേ എഫക്ട് യൂത്ത് നെഗറ്റീവ്ലി. ഈ ടി വിയിൽ കാണുന്ന വയലൻസ്, സിനിമകളിൽ കാണുന്ന വയലൻസ് ഒക്കെ ചിലപ്പോൾ സ്റ്റിറിയോടൈപ്സ് ആയിട്ട് നമ്മൾ ഒരു പ്രത്യേക മനോഭാവത്തിലായിട്ട് അല്ലെങ്കിൽ ഒരു ദോഷമായിട്ട് തെറ്റായ തരത്തിൽ നമ്മുടെ മൈൻഡിലേക്ക് എത്തിച്ചേക്കാം. എഡ്യൂക്കേഷണൽ കണ്ടന്റ് ക്യാൻ ബി ബെനിഫിഷ്യൽ. വിദ്യാഭ്യാസപരമായി നമ്മൾ വിക്ടേഴ്സ് ചാനൽ പോലത്തെ എഡ്യൂക്കേഷൻ കണ്ടന്റ് ഒക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടൊരു സംഭവം തന്നെയാണ്. സോ ടെലിവിഷൻ ആൻഡ് യൂത്ത്. ടെലിവിഷൻ ഈസ് എ പവർഫുൾ മാസ് മീഡിയം. ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള മാസ് മീഡിയമാണ്. ഷേപ്സ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ, ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് സ്ട്രോങ്ലി, പ്രൊമോട്ട്സ് കൺസ്യൂമറിസം, violence and stereotypes may affect youth negatively. Educational content can be beneficial. Next ഗ്ലോബലൈസേഷൻ ആൻഡ് യൂത്ത് ഐഡന്റിറ്റി. ആഗോളവൽക്കരണവും യൂത്ത് ഐഡന്റിറ്റി. ഗ്ലോബലൈസേഷൻ കണക്ട്സ് യൂത്ത് വേൾഡ് വൈഡ്. ഈ ഗ്ലോബലൈസേഷനാണ് യൂത്തിനെ വേൾഡ് വൈഡായിട്ട്, ലോകം മുഴുവനായിട്ട് കണക്ട് ചെയ്യുന്നത്. ക്രിയേറ്റ്സ് ഹൈബ്രിഡ് ഐഡന്റിറ്റീസ്, ആഗോള ദേശീയ തിരിച്ചറിയല്, ഹൈബ്രിഡ് ഗ്ലോബൽ ലോക്കൽ ഐഡന്റിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വീക്കൻസ് ട്രഡീഷണൽ വാല്യൂസ്, അല്ലെ? നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പലതരത്തിലുള്ള മൂല്യങ്ങളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? വീക്കൻ ചെയ്യുന്നുണ്ട്. ഇൻക്രീസസ് ചോയ്സസ് ആൻഡ് എക്സ്പോഷർ, നമുക്ക് പലതരത്തിലുള്ള ചോയ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്ക് അവസരങ്ങൾ മീഡിയയിലൂടെയും ഗ്ലോബലൈസേഷനിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. കോസസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, നമുക്ക് നല്ല തോതിൽ നമ്മുടെ ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നം ഈ ഒരു വേൾഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകും. ഒരുപാട് ആളുകളിൽ നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും മേ ബി നമുക്ക് സംശയം വന്നേക്കാം, എന്താണ് എൻ്റെ ഐഡന്റിറ്റി, ഹൂ ആം ഐ എന്ന് നമുക്ക് തോന്നിയേക്കാം. എൻകറേജസ് ഇൻഡിവിജ്വാലിസം, അല്ലെ? ഇൻഡിവിജ്വാലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വ്യക്തിത്വം വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. അപ്പം നമ്മൾ പല നാട്ടിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയാറില്ല. ഫാമിലി ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഉണ്ടാവില്ല. സോ അങ്ങനെ ഇൻഡിവിജ്വാലിസത്തെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലോബലൈസേഷൻ കണക്ട് യൂത്ത് വേൾഡ് വൈഡ്, ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? യൂത്തിനെ കണക്ട് ചെയ്യാൻ ഗ്ലോബലൈസേഷൻ സഹായിക്കുന്നുണ്ട്. ക്രിയേറ്റ്സ് ഹൈബ്രിഡ് ഐഡന്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീക്കൻസ് ട്രഡീഷണൽ വാല്യൂസിനെ വീക്കൻ ചെയ്യുന്നുണ്ട്. ഇൻക്രീസസ് ചോയ്സസ് ആൻഡ് എക്സ്പോഷർ, ചോയ്സസും എക്സ്പോഷറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കോസസ് ഐഡന്റിറ്റി കൺഫ്യൂഷന് കാരണമാകുന്നുണ്ട്.
ആൻഡ് എൻകറേജസ് ഇൻഡിവിജ്വാലിസം. ഇൻഡിവിജ്വാലിസവും എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ യൂത്ത് കൾച്ചർ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് യൂത്ത് കൾച്ചർ ഈസ് ഷേപ്ഡ് ബൈ മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ. യൂത്ത് കൾച്ചർ ഷേപ്പ് ചെയ്യുന്നത് മീഡിയയും ഗ്ലോബലൈസേഷനും കൂടെ ചേർന്നാണ്. മീഡിയയ്ക്കും ഗ്ലോബലൈസേഷനും അതിൽ വലിയൊരു റോളുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഐഡന്റിറ്റി ബട്ട് ആൾസോ കൺഫ്യൂഷൻ. അത് ഐഡന്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഐഡന്റിറ്റി കൺഫ്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഐഡന്റിറ്റി ഏതാണെന്നുള്ള സംശയവും നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. മീഡിയ പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ യൂത്ത് ലൈഫ്. യൂത്തിൻ്റെ ലൈഫിൽ ഒരു സെൻട്രൽ റോള് കൈകാര്യം ചെയ്യുന്നതും ഇതേ മീഡിയ തന്നെയാണ്. കൺസ്യൂമറിസം ഡൊമിനേറ്റ്സ് യൂത്ത് കൾച്ചർ. കൺസ്യൂമറിസം യൂത്ത് കൾച്ചറിനെ എന്ത് ചെയ്യുന്നത്? ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. യൂത്ത് കൾച്ചർ ഈസ് ഡൈവേഴ്സ് ആൻഡ് ഡൈനാമിക്. യൂത്ത് കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വൈവിധ്യമാർന്ന ഒന്നാണ്, ഡൈവേഴ്സ് ആണ്, അതുപോലെ തന്നെ ഡൈനാമിക്കും ആണ്. ബാലൻസ്ഡ് യൂസ് ഓഫ് മീഡിയ ഈസ് എസെൻഷ്യൽ. വളരെ നല്ല തോതിൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ മീഡിയയുടെ യൂസ് ഭയങ്കര നല്ല തോതിലല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. സോ ഇതെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മീഡിയയുടെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ യൂത്ത് എന്താണ്, യൂത്ത് ഐഡന്റിറ്റി എന്താണ്, യൂത്ത് ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്താണെന്ന് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു നമ്മുടെ യൂണിറ്റ് 5 എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ താങ്ക് യു.